നമസ്കാരം. നമ്മൾ പുതിയ ഒരു വീഡിയോ ഇന്ന് വന്നത് നമ്മളെ ഒരു സ്നാക്സ് മലബാർ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ്, പക്ഷേ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാം. ഇത് ഉണ്ടാക്കാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മോന് കടയിൽ പോയപ്പോൾ അവനിത് ഫ്രോസൺ എടുത്തുകൊണ്ട് വന്നു. പിന്നെ നമ്മൾ ഇത് ഫ്രോസണൊക്കെ കഴിക്കുന്നതിനേക്കാണ്ട് നമുക്കിവിടെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളേ ഉള്ളൂ. കടയിൽ നിന്ന് ഒരു ഏത്തയ്ക്ക മേടിച്ചാൽ മതി. ബാക്കിയൊക്കെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള സ്നാക്സ് ഉന്നക്കായ്. എനിക്ക് തോന്നുന്നു മധ്യ കേരളത്തിലോട്ടൊന്നും തെക്കോട്ടൊന്നും അത്ര വിചാരമില്ല. അത് മലബാർ സൈഡിലെ ഒരു സ്നാക്സാണ്. പിന്നെ തേങ്ങായും പഞ്ചസാരയും ഇട്ടാലും മതി. പിന്നെ അതിനകത്ത് ഇച്ചിരി കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ടേസ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഇച്ചിരി കാഷ്യൂനട്ടും ഡേറ്റ്സ്, പിന്നെ മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ, അതുപോലെ ഏലക്കയുടെ പൊടി. ഏത്തക്ക ഇത് അധികം പഴുക്കാത്ത ഏത്തക്ക വേണം. ഒത്തിരി പഴുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ലൂസായി പോകും. അതുകൊണ്ട് അധികം പഴുക്കാത്ത ഏത്തക്ക എടുത്തിട്ട് ഇത് നമ്മളൊരു 10 മിനിറ്റ് പുഴുങ്ങി എടുത്ത് സ്മാഷ് ചെയ്ത് എടുത്തിട്ട് പിന്നെ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ബോൾ പോലെ പിടിച്ച് അതിനകത്ത് ഫില്ലിങ്സ് ഇട്ട് പിന്നെ അത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് കുറച്ച് ഇപ്പം ലൂസായി പോയി നമ്മുടെ ഏത്തക്കയെങ്കിൽ അല്പം അരിപ്പൊടി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അരിപ്പൊടി അല്ലെങ്കിലും ആഡ് ചെയ്യുന്നത് നല്ലതാണ്, കാരണം ഒരു ക്രിപ്സി കളറൊക്കെ കിട്ടും. അതുപോലെ ഷുഗർ വേണം നമ്മുടെ ഫില്ലിങ്സിനകത്ത് ചേർക്കാനായിട്ട്. തേങ്ങയുടെ ഒരു ഇച്ചിരി പുല്ലി അതൊരു ഇപ്പം ഒരു 1/2 കപ്പ് തേങ്ങയ്ക്ക് ഒരു 5 ടീസ്പൂൺ 6 ടീസ്പൂൺ നല്ല നമ്മുടെ മധുരത്തിനനുസരിച്ച്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, അത് ടേസ്റ്റ് ഇടാൻ വേണ്ടി. ഒത്തിരിയല്ല, ഒരു പിഞ്ച് ഉപ്പ്. ഇതിനകത്ത് മധുരം ചെല്ലുന്ന ഏത് സാധനത്തിനകത്തും ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഏതൊക്കെ പുഴുങ്ങാൻ പോവാണ്. പുഴുങ്ങിയിട്ട് പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്സ് എല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങായും കപ്പലണ്ടി അതെല്ലാം കൂടെ വറുക്കണം, നെയ്ക്കകത്ത് വറുത്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്കിത് ഫില്ലിങ്സ് തയ്യാറെടുക്കാം. ഓക്കെ, നമുക്ക് ഫില്ലിങ്സ് ഉള്ള ആദ്യം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്ക്കകത്ത് അത് വറുത്തെടുക്കണം. ഒഴിച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. എണ്ണയ്ക്ക് അത് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ നെയ്യാകുമ്പോൾ വെച്ചുകൂടെ നമുക്ക് ടേസ്റ്റ് ആയിരിക്കും. 1.5 സ്പൂൺ നെയ്യ് വെച്ചു. ഇതിലൂടെ ഇല്ല, ഇപ്പോഴും നമ്മൾ മീഡിയം തീയിലിട്ട് ചെയ്യാവുള്ളൂ, എങ്കിലും അതിൻ്റെ കുക്കിങ്ങിൻ്റെ കറക്റ്റ് കിട്ടും. ഇപ്പോൾ നെയ്യ് ചൂടായി അതിനകത്ത് നമുക്ക് കാഷ്യൂനട്ട് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതൊരു 3 പരുവാകുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്തോട്ട് ഡേറ്റ്സ് ഇട്ട് കൊടുക്കും. ഈന്തപ്പഴം ഈന്തപ്പഴം ചെറുതായിട്ട് മുറിച്ചിടണം. അതുപോലെ അങ്ങനെ ഈന്തപ്പഴം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് മുന്തിരി, പെട്ടെന്നാവും. അപ്പോഴത്തേന് നമുക്ക് അടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒക്കെ ഞങ്ങൾ ഇഷ്ടത്തിന് ചേർക്കാൻ കുഴപ്പമില്ല. ഈ ഫില്ലിങ്സ് എക്സ്ട്രാ വന്നെങ്കിലും വല്ലാതെ തിന്നാനും ടേസ്റ്റാണ്.
ഈ ഒരു മുക്കാൽ പരുവായി കഴിയുമ്പോഴത്തേന് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആദ്യം പഞ്ചസാര ഇട്ട് കൊടുക്കല്ലേ. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച്. ഇനി പഞ്ചസാരയല്ല ശർക്കരയാണെങ്കിൽ അതും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ല, പഞ്ചസാര ആയിരിക്കും ഇച്ചിരി നല്ലത്. ശർക്കരയാണെങ്കിലും ഇട്ട് കൊടുക്കുന്ന കുഴപ്പമൊന്നും. ശർക്കര ആകുമ്പോൾ ഇത് ഉരുകിയിട്ട് ഒരുമാതിരി നമുക്ക് ഫില്ലിങ്ങിന് കറക്റ്റായിട്ട് കിട്ടാതെ വരും. ഇത് പഞ്ചസാര ആകുമ്പോൾ കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഏലക്കയുടെ പൊടി, നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി. ഈ പാത്രം ചൂടാണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. ഇതിലേക്കൊരു നുള്ളുപ്പ് പൊടിക്ക്. നമുക്ക് വെച്ച ഏത്തക്ക ഇപ്പോൾ ഫില്ലിങ്സ് നമ്മൾ റെഡി ആയിട്ടിരിക്കുക. നമ്മൾ ഏത്തക്ക ആയെന്ന് നോക്കാം. ഏകദേശം ഏത്തക്ക ആയി. പൊടിയൊന്ന് വിട്ട് നിൽക്കുന്ന പതിവ് പോകാൻ നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മൾ ചൂട് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ചൂടോടുകൂടി വേണം ഇത് ചെയ്യാനായിട്ട്. തീർത്ത് തണുത്ത് പോയി കഴിഞ്ഞാൽ ഇത് കായം കട്ടിയായി പോകും. അപ്പം നമുക്ക് ചെറു ചൂടോടുകൂടി വേണം ഇത് സ്മാഷ് ചെയ്തെടുക്കാൻ. ചെറു ചൂടായി നിൽക്കുക ഇപ്പോൾ. ഓക്കെ, നമുക്ക് സ്മാഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് ഈ കറുത്ത ഞരമ്പ് പോലത്തെ സാധനം എടുത്ത് കളഞ്ഞ ചൂടം നല്ലതായിരിക്കും. കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, കളയുവാണ് ചൂടം നല്ലത്. ഇതിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഇത് അധികം പഴുക്കാത്തതാണ്, നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പോരും. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുന്നു.
ഏത്ത വറുത്തെടുക്കാൻ എണ്ണ ഇട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എണ്ണയ്ക്കകത്തിടാം. എണ്ണയ്ക്കകത്തിട്ട് കഴിഞ്ഞാൽ 3 to 4 മിനിറ്റ് ഇതിൻ്റെ കളറൊന്ന് മാറുന്നവരെ. അതിന് ഓൾറെഡി ഇതെല്ലാം വെന്തതാണ്. എണ്ണയ്ക്കകത്തുനിന്നിട്ട് എടുക്കുന്നുള്ളത് 20 കിടക്കും. ഇത് എടുത്ത് വരുമ്പോഴത്തേന് കറക്റ്റായിട്ട് വരും. നമ്മുടെ എണ്ണയ്ക്കായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മളൊരു നോർമൽ കളറിലെടുക്കാം. എണ്ണയ്ക്കകത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇത് ആവശ്യമുള്ളൂ. കാരണം ഇത് ഓൾറെഡി വെന്തതായില്ല. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഏത്തക്കായ ഫില്ലിങ്സും ആ ഏത്തക്കയുടെ ഫ്ലേവറും പിന്നെ നമ്മൾ തേങ്ങായും ഈന്തപ്പഴത്തിൻ്റെ പിന്നെ മധുരമാണെങ്കിലും വലിയ കൂടുതലായിട്ട് അളവ് ഒരു 8 സ്പൂൺ നമ്മൾ ഇട്ടിരുന്നത്, 1/2 കപ്പ് തേങ്ങായിക്കകത്ത്. അപ്പം കറക്റ്റ് മധുരമൊക്കെ. ഒത്തിരി മധുരമായി കഴിഞ്ഞാൽ നമുക്ക് ചെടിക്കും. ഇതൊരു നോർമൽ മധുരമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഇത് നല്ല ഉണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ബുധനാഴ്ച വരുന്നതായിരിക്കും. ബായ്.